ബിനിലും ആറാനന്ദകൃഷ്ണനുമാണ് വിവരങ്ങൾ നൽകിയത്. ലൈംഗിക പീഡന കേസിൽ കൊല്ലം എംഎൽഎയും നടനുമായ മുകേഷ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരായി. അഭിഭാഷകനൊപ്പമാണ് മുകേഷ് എറണാകുളത്ത് ചോദ്യം ചെയ്യലിന് എത്തിയത്. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. മുകേഷിനൊപ്പം 7 പേർക്കെതിരെയാണ് അന്ന് പരാതിക്കാരി ആരോപണങ്ങൾ ഉന്നയിച്ചത്. പക്ഷേ മുകേഷിന് മുൻകൂർ ജാമ്യം കിട്ടുന്നുണ്ടായിരുന്നു. പരാതിക്കാരിയുടെ മൊഴിയിൽ തന്നെ വൈരുദ്ധ്യമുണ്ട് എന്ന് കോടതി നിരീക്ഷിക്കുകയുമായിരുന്നു. അരുൺ ശങ്കർ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, മുകേഷ് എപ്പോഴാണ് ചോദ്യം ചെയ്യലിന് വേണ്ടി എത്തിയിരിക്കുന്നത്? ഈ മുൻകൂർ ജാമ്യം കിട്ടിയതടക്കമുള്ള സാഹചര്യങ്ങൾ മുകേഷിന് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഘടകങ്ങളാണോ? തീർച്ചയായിട്ടും രാവിലെ 10:15 കൂടിയാണ് ലൈംഗിക അതിക്രമ കേസിൽ പ്രതി ചേർത്ത നടനും കൊല്ലം എംഎൽഎയുമായ എം മുകേഷ് അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരായത്. പൂങ്കുഴലിയുടെ നേതൃത്വത്തിലാണ് മുകേഷിനെ ചോദ്യം ചെയ്യുന്നത്. പൂങ്കുഴലിയുടെ കൊച്ചിയിലെ ഓഫീസിലാണ് മുകേഷും അതോടൊപ്പം തന്നെ അഭിഭാഷകൻ ജിയോപോളും എത്തിയിരിക്കുന്നത്. ഈ കേസിൽ മുകേഷിന് വലിയ ആശ്വാസമെന്ന് പറയുന്നത് മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 2 കേസുകളാണ് മുകേഷിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഒന്ന് മരട് പോലീസ് രജിസ്റ്റർ ചെയ്തു, രണ്ടാമത്തെ വടക്കാഞ്ചേരി പോലീസ് രജിസ്റ്റർ ചെയ്തു. അങ്ങനെ 2 കേസുകളിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നത്. നേരത്തെ തന്നെ കോടതി ഈ മുൻകൂർ ജാമ്യാപേക്ഷയുടെ ഉത്തരവിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ ഈ പരാതിക്കാരിയുടെ ആരോപണങ്ങളുടെ അതിൻ്റെ ലോജിക്ക് ചോദ്യം ചെയ്തിരുന്നു. അങ്ങനെ അത്തരത്തിൽ മുകേഷിൻ്റെ ചോദ്യം ചെയ്യൽ വരുമ്പോൾ അത് വലിയ ആശ്വാസം നൽകുന്നുണ്ട്. അഭിഭാഷകനൊപ്പമാണ് മുകേഷ് ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നത്. ഉച്ചവരെയെങ്കിലും ചോദ്യം ചെയ്യൽ നീണ്ടു നിൽക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.